സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 3. യശോധര മുറിയുടെ വാതിൽക്കൽ ചെന്ന് അകത്തേക്ക് നോക്കി. മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. എങ്കിലും പുറമേ നിന്നുള്ള ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കിടക്കയിലൊരു നിഴൽചിത്രം കാണാം. ശൈലജയാണത്. മകളെ നോക്കിക്കൊണ്ട് യശോധര എന്തെല്ലാമോ വിഹ്വല ചിന്തകളിൽ മുഴുകി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ! ഇന്ന് രാവിലെയാണ് ഭർത്താവ് തന്നെയും കൂട്ടി കൂത്താട്ടുകുളത്തുള്ള കോൺട്രാക്ടർ ജനാർദ്ദനൻ തമ്പിയുടെ വീട്ടിലേക്ക് പോയത്. ജനാർദ്ദനൻ തമ്പിയുടെ മകൻ വൈശാഖനും ശൈലജയും തമ്മിലുള്ള വിവാഹകാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടേ കൂത്താട്ടുകുളത്തു നിന്ന് മടങ്ങിയുള്ളൂ. വിവരമറിഞ്ഞ ശൈലജ ഞെട്ടിപ്പോയി. സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സമ്മതിക്കില്ല. അവൾ വീട്ടിലുണ്ടാക്കിയ ബഹളം കാണാൻ തൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലാതിരുന്നത് ഭാഗ്യം. ഭ്രാന്തു പിടിച്ച പോലെയായിരുന്നു അവൾക്ക്. അച്ഛനെന്നെ കൊന്നുകളഞ്ഞോട്ടെ, എന്നാലും ഞാൻ സമ്മതിക്കില്ല. പൊട്ടിത്തെറിക്കലും ചീറലും ഒടുവിൽ തല തല്ലിപ്പിടിച്ചുള്ള കരച്ചിലായി മാറി. മൂന്നാറിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല. മകൾ ഉറങ്ങുകയല്ലെന്ന് യശോധരയ്ക്കറിയാം. ജീവിതം തകർന്ന പോലുള്ള കിടപ്പാണത്. വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ നിർബന്ധിച്ചാലോ എന്ന് യശോധര ആലോചിച്ചു. അതുകൊണ്ടൊന്നും ഫലമില്ലെന്ന് തോന്നിയിട്ട് അവർ തിരിച്ചു പോന്നു. പുറത്തേക്ക് പോയിരുന്ന മഹാദേവൻ തമ്പി 8 മണിയോടെ വീട്ടിലെത്തി. പകൽ മുഴുവൻ ധർമ്മരാജനും തൻ്റെ ഭർത്താവും കൂടിയിരുന്ന് എന്തൊക്കെയോ കൂടിയാലോചനകൾ നടത്തുന്നത് യശോധര കണ്ടിരുന്നു. ഇപ്പോൾ ധർമ്മരാജൻ കൂടെയില്ല. മഹാദേവൻ തമ്പി വേഷം മാറാതെ ഇരിക്കുന്നത് കണ്ട് യശോധര ചോദിച്ചു, ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ? രാത്രിയിൽ എവിടേക്കാ? തൊടുപുഴ വരെയൊന്ന് പോകേണ്ടി വന്നേക്കും. ആരെയെങ്കിലും കാണാനാണോ? എന്തെങ്കിലും കുടിക്കാൻ വേണോ? അവളെവിടെ? കിടപ്പാ. കല്യാണം ഉറപ്പിച്ച വിവരം അവൾ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വലിയ ബഹളമായിരുന്നു. ഇന്നേ ദിവസം ജലപാനം കഴിച്ചിട്ടില്ല. നമ്മളോട് നന്ദികേട് കാണിച്ച ഡ്രൈവറെ കണ്ടോ? ഞാൻ കണ്ടില്ല. അവൾ അവൻ്റെ കൂടെ ചാടിപ്പോവോ മറ്റോ ചെയ്താലോ? ആ പേടി വേണ്ട. കല്യാണം തീരുമാനിച്ചതറിഞ്ഞാൽ അവൻ വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ? നമുക്കെതിരെയാണെന്ന് കണ്ടാൽ അവനെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അത്രയ്ക്കുണ്ടല്ലോ ശത്രുക്കൾ. അവൻ ഇനി ഒന്നും ചെയ്യില്ല. ധർമ്മരാജനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവൻ്റെ കാര്യങ്ങൾ. ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നില്ലേ അവനെ? ജോലിന്നല്ല, ഭൂമിന്ന്. 2 നിമിഷം കഴിഞ്ഞ് യശോധരയ്ക്ക് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലായുള്ളൂ. പേടികൊണ്ട് അവരുടെ മുഖം വിളറി. അത്രയ്ക്കൊക്കെ വേണോ? നീ നിൻ്റെ മകളെ ശ്രദ്ധിച്ചാൽ മതി. പുറമേയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. യശോധര എഴുന്നേറ്റ് പോയി. ധർമ്മരാജനെ എന്തിനാണ് മൂന്നാറിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതെന്നും തൻ്റെ ഭർത്താവ് അയാളുമായി നടത്തിയ കൂടിയാലോചനകൾ എന്തായിരുന്നുവെന്നും യശോധരയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ധർമ്മരാജനെ കാണുന്നത് പോലും യശോധരയ്ക്ക് ഇഷ്ടമല്ല. രക്തമില്ലാത്ത മനുഷ്യൻ എന്നേ തോന്നിയിട്ടുള്ളൂ. ഒരു തരം പേടിപ്പെടുത്തുന്ന മരവിപ്പാണ് ആ മുഖത്ത്. നിർവികാരമായ കണ്ണുകൾ. അയാളാണോ ആരാച്ചാർ? ഡ്രൈവറായി വല്ലപ്പോഴും വന്ന് കണ്ടിട്ടുള്ള നരേന്ദ്രൻ്റെ മുഖവും യശോധരയുടെ മനക്കണ്ണിൽ തെളിഞ്ഞു. നിഷ്കളങ്കനായ ചെറുപ്പക്കാരൻ എന്നേ തോന്നിയിട്ടുള്ളൂ. അവൻ്റെ പെരുമാറ്റത്തിലും ചലനങ്ങളിലും വാക്കുകളിലുമെല്ലാം ജീവിതത്തോടുള്ള സ്നേഹം പ്രകടമായിരുന്നു. അവൻ ഉത്സാഹമുള്ളവനും പ്രസരിപ്പ് നിറഞ്ഞവനും പ്രതീക്ഷകളാൽ ഉത്തേജിതനുമായിരുന്നു. അവന് മരണശിക്ഷ. തൻ്റെ ഭർത്താവ് തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ലെന്ന് അവൾക്കറിയാം. യശോധര വീണ്ടും ശൈലജയുടെ മുറിയിൽ ചെന്നു. അവൾ അതേ കിടപ്പ് തന്നെ. അവർക്ക് അവളോട് ദേഷ്യം തോന്നി. തൻ്റെ മകൾ കാരണമല്ലേ എല്ലാം. ദൂരെ മാറി നിൽക്ക് എന്നവൾ കൈ ചൂണ്ടി കൽപ്പിച്ചാൽ അവൻ അവളുടെ അടുത്ത് വരാൻ ധൈര്യമുണ്ടാകുമായിരുന്നോ? യശോധര മുറിയിലെ ലൈറ്റിട്ടു. ശൈലജ പതുക്കെ തലതിരിച്ച് നോക്കി. അമ്മയാണെന്ന് കണ്ട് വീണ്ടും പഴയ പോലെ തന്നെ കിടന്നു. യശോധര ചെന്ന് കട്ടിലിൽ ഇരുന്നു. മോളെ! അവർ മകളുടെ ചുമലിൽ കൈവച്ചു. ഇങ്ങനെ കിടന്നാലെങ്ങനാ? എഴുന്നേറ്റ് വല്ലതും കഴിക്ക്. ശൈലജ അനങ്ങിയില്ല. അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അച്ഛൻ ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. എത്ര പ്രതിഷേധിച്ചാലും എത്ര സമരം ചെയ്താലും. ശൈലജ പെട്ടെന്ന് വിങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ഇത്രയ്ക്കും ബുദ്ധിയില്ലാത്തവളല്ലല്ലോ. നീ നിൻ്റെ നില മറന്നു. നിൻ്റെ കുടുംബത്തിൻ്റെ നില മറന്നു. അച്ഛനെയോ അമ്മയെയോ ആങ്ങളമാരെയോ നീ ഓർത്തില്ല. ഇവിടുത്തെ തോട്ടപ്പണിക്കാരനായി നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരുത്തൻ്റെ കൂടെയല്ലേ നീ? ഛേ! ആത്മനിന്ദ തോന്നിയിട്ട് യശോധര പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ നിർത്തി. അല്പം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, അവൻ ആരാ? എന്താ അവൻ്റെ യോഗ്യത? അത് വല്ലതും നീ ഓർത്തോ? നിനക്ക് എങ്ങനെ ഇത്രയ്ക്ക് ലജ്ജയില്ലാതെ പോയി? അഭിമാനമുള്ളവളല്ലേ നീ? ശൈലജയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അച്ഛന് നിന്നോട് എന്തൊരു സ്നേഹമായിരുന്നു! പ്രസന്നനോടും ഫൽഗുനനോടും ഇല്ലാത്തത്ര വാത്സല്യം നിന്നോടില്ലായിരുന്നോ? നിനക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യം അച്ഛൻ തന്നു! നിന്റെ ഏതെങ്കിലും ആഗ്രഹം സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? എല്ലാം നീയല്ലേ മോളെ തകർത്ത് കളഞ്ഞത്. ശൈലജ ഏങ്ങലടിച്ചു കരഞ്ഞു. യശോധര അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു.
എല്ലാം എൻ്റെ തെറ്റാ അമ്മേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. യശോദര അവളുടെ മുഖം തോളിലേക്ക് ചേർത്ത് പുറത്തു തഴുകി. പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടി നീ കാരണം. ശൈലജ പെട്ടെന്ന് പിടഞ്ഞു നിവർന്നു. അമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മണി 9. പുകവലിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു മഹാദേവൻ തമ്പി. കടുത്ത അസ്വസ്ഥതയിൽ അയാളുടെ മുഖം മുറുകിയിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ അയാൾ കോർഡസ് ഫോൺ എടുത്ത് കാതോട് ചേർത്തു. ഹലോ, ഞാനാ മുതലാളി, ധർമ്മൻ. ആ, എന്തായി ധർമ്മ? വെള്ളിക്കുളം ടൂറിസ്റ്റ് ഹോമിലുണ്ട് ഞങ്ങൾ. നിന്റെ ആൾക്കാരോ? എല്ലാവരും റെഡി. അവനെവിടെ? നരേന്ദ്രൻ ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്താ താമസം? ഞാൻ അവനെയും കൂട്ടി ടെറസിലേക്ക് പോവുക. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശബ്ദമുണ്ടാകരുത്, തെളിവുണ്ടാകരുത്, സാക്ഷികളുണ്ടാകരുത്. ഇപ്പോൾ സമയം 9:07. 10 മണിക്ക് എനിക്ക് അവൻ്റെ ശവം കാണണം. സംഭവം കഴിഞ്ഞാൽ ഉടൻ എന്നെ വിളിക്കുക. ഞാൻ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുക. ആ, ശരി, ഓക്കെ. അയാൾ കോർഡ്ലെസ് ഫോൺ ഓഫാക്കിയിട്ട് മേശയുടെ നേർക്ക് തിരിഞ്ഞു. വാതിൽക്കൽ ശൈലജ. പേടി കിട്ടിയതുപോലെ അവളുടെ പകച്ച മുഖം. മഹാദേവൻ തമ്പി അങ്ങനെ തന്നെ നിന്നു. ശൈലജ ഓരോ ചുവടും എണ്ണിയെടുത്ത പോലെ അയാളുടെ മുമ്പിലെത്തി. വിറയ്ക്കുന്ന കരങ്ങൾ അച്ഛൻ്റെ നേർക്ക് കൂപ്പി അവൾ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കാം. പഠിപ്പ് നിർത്താം. അച്ഛൻ പറയുന്നയാളെ കല്യാണവും കഴിക്കാം. അച്ഛൻ പറഞ്ഞാൽ മരിക്കാനും ഞാൻ തയ്യാറാ. മഹാദേവൻ തമ്പി അവളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി നിന്നു. ശൈലജ അയാളുടെ കാൽക്കൽ മുട്ടുകുത്തി. കൊല്ലരുത്, വേറെന്തു അച്ഛൻ ചെയ്തോ, കൊല്ലരുത്. അയാളുടെ കാല് പിടിച്ച് അവൾ കെഞ്ചി കരഞ്ഞു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറുമ്പോൾ നരേന്ദ്രൻ ചോദിച്ചു. മുകളിൽ നല്ല കാറ്റുണ്ട്. നീ വെള്ളിക്കുളം ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ നിന്ന് രാത്രിയിൽ ഈ പട്ടണം കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണേണ്ട കാഴ്ചയാ, വാ. അവർ മുകളിലെത്തി. ഒരു ഭാഗം റൂഫ് ഗാർഡനാണ്. മറ്റൊരിടത്ത് ഗോഡൗൺ പോലെ വലിയൊരു ഷെഡ്. അതിനടുത്തായി കൂറ്റൻ വാട്ടർ ടാങ്കിരിക്കുന്നതിന് സമാന്തരമായി കാലിക്കുപ്പുകളുടെ കൂമ്പാരങ്ങൾ. ധർമ്മരാജൻ പടിഞ്ഞാറ് ഭാഗത്തെ പാരപ്പറ്റിനടുത്തേക്ക് ചെന്നു. നരേന്ദ്രനും പിന്നാലെ ചെന്നു. 2.5 അടി പൊക്കമേയുള്ളൂ പാരപ്പറ്റിന്. ധർമ്മരാജൻ താഴേക്ക് നോക്കി. കോൺക്രീറ്റ് ചെയ്ത പാർക്കിംഗ് പ്ലേസ്. കാറുകളുടെ നിര. കോൺക്രീറ്റിൽ ചെന്ന് വീഴുമോ അതോ ഏതെങ്കിലും കാറിൻ്റെ ടോപ്പിൽ? തള്ളുന്നതിനേക്കാൾ എളുപ്പം ഇരുകാലും പൊക്കിയെടുത്ത് മറിക്കുന്നതാണ്. വായുവിൽ പലവട്ടം കരണം മറിഞ്ഞേ താഴെ എത്തുകയുള്ളൂ. തലയായിരിക്കും ആദ്യം നിലത്ത് കുത്തുക. ധർമ്മരാജൻ്റെ അടുത്ത് തന്നെ നരേന്ദ്രനും വന്നു നിന്നു. കണ്ടോ നരേന്ദ്ര, പുഴയിൽ ലൈറ്റുകളുടെ ഒരു തിളക്കം? നരേന്ദ്രൻ നോക്കി. ഇത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ്. ദീപാലങ്കൃതമായ പട്ടണം. വിദ്യുത് ദീപമാലകളുടെ പ്രതിഫലനങ്ങൾ നദിയിൽ. മുതലാളി എപ്പോൾ വരും? നരേന്ദ്രൻ ധർമ്മരാജനെ നോക്കി. ഉടനെ എത്തും. നരേന്ദ്രൻ ചുറ്റുപാടുകൾ നോക്കി. 4-5 പേർ റൂഫ് ഗാർഡനിൽ അങ്ങിങ്ങു നോക്കി നിൽപ്പുണ്ട്. നിന്നെ തമ്പി മുതലാളിക്ക് വലിയ കാര്യമായിരുന്നു കേട്ടോ നരേന്ദ്ര, ധർമ്മരാജൻ പറഞ്ഞു. നിനക്കും അത് മനസ്സിലായി കാണും. ദൂരയാത്രയ്ക്കൊക്കെ നിന്നെ തുണയ്ക്ക് കൊണ്ടുപോകുന്നതായിരുന്നു മുതലാളിക്ക് താല്പര്യം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ മിടുക്കനാണ്, ബുദ്ധിയുള്ളവനാണ്, ധൈര്യമുള്ളവനാണ്, വിശ്വസ്തനാണ് എന്നൊക്കെ. നരേന്ദ്രന് തന്നെപ്പറ്റി അഭിമാനം തോന്നി. ധർമ്മരാജൻ അവൻ കാണാതെ കൈ പിന്നോട്ട് നീട്ടി ഒരാംഗ്യം കാട്ടി. റൂഫ് ഗാർഡനിൽ ചുറ്റിപ്പറ്റി നിന്നിരുന്നവർ ഓരോരുത്തരായി വിവിധ ഭാഗങ്ങളിലൂടെ നരേന്ദ്രനും ധർമ്മരാജനും നിൽക്കുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരുന്നു. നരേന്ദ്രൻ്റെ ശ്രദ്ധ അവരിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി ധർമ്മരാജൻ വീണ്ടും സംസാരിച്ചു. നിന്നെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഹൈറേഞ്ചിൽ നിർത്താൻ തമ്പി മുതലാളിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതോടെ നിൻ്റെ കഷ്ടകാലം തീർന്നേനെ. അതിനുവേണ്ടിയാ നിന്നെ കൂടെ ഹൈറേഞ്ച് ഡ്യൂട്ടി ഏൽപ്പിച്ചതും അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തന്നതും. വാടക കൊലയാളികൾ നരേന്ദ്രൻ നിൽക്കുന്നതിന് ഏതാനും വാര പിന്നിലെത്തിയിരുന്നു. ധർമ്മരാജൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്ത് അയാൾ ഡയലിൽ തെളിഞ്ഞ നമ്പർ നോക്കി. തമ്പി മുതലാളിയുടെ നമ്പർ. കൈ പിന്നോട്ട് നീട്ടി തടയുന്ന മട്ടിൽ ഒരാംഗ്യം കാട്ടിയിട്ട് ധർമ്മരാജൻ ഫോൺ അറ്റൻഡ് ചെയ്തു. നരേന്ദ്രൻ്റെ പിന്നിലെത്തിയവർ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. ഹലോ, ആ എന്തായി ധർമ്മ? ഇനി ഒരു 2 മിനിറ്റ് കൂടി. എവിടെ നിൽക്കുന്നു? ടൂറിസ്റ്റ് ഹോമിന് മുകളിൽ. അവനെന്തെങ്കിലും സംശയം? ഇതുവരെ ഇല്ല. എന്നാൽ ഇനി അത് വേണ്ട ധർമ്മ. ധർമ്മരാജൻ വിയർത്തുപോയി. തൻ്റെ തെറ്റാണോ? താൻ താമസിച്ചു പോയതുകൊണ്ടാണോ? അയാൾ വാച്ചിൽ നോക്കി. 9:30 എന്തു പറ്റി മുതലാളി? അവൻ്റെ മരണശിക്ഷ ഇളവ് ചെയ്തു. ധർമ്മരാജൻ നരേന്ദ്രനെ നോക്കി. 2 മിനിറ്റിൻ്റെ സമയം കൊണ്ട് തുടർന്നും ജീവിച്ചിരിക്കാൻ വരം കിട്ടിയവൻ ആയുസ് എടുക്കുന്നില്ലെന്നേയുള്ളൂ. പകരം എന്ത് വേണമെന്ന് തീരുമാനിക്കണം. മുതലാളി വരുന്നതും കാത്ത് നിൽക്കുകയാ അവൻ. എന്തു ചെയ്യണമെന്ന് മുതലാളി ആലോചിക്കുന്നേയുള്ളെന്ന് പറ.
തൊടുപുഴയ്ക്ക് വരുന്ന പരിപാടി മാറ്റിവെച്ചെന്നും പറഞ്ഞേക്ക്. എന്നിട്ട് നീയിങ്ങ് വാ. നരേന്ദ്രനെ എന്ത് ചെയ്യണം? തൽക്കാലം വിട്ടയച്ചേക്ക്. അവനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് തീരുമാനിക്കാം. മറ്റവരെ പറഞ്ഞ് അയച്ചേക്കട്ടെ. ആ, അവർക്കും വല്ലതും കൊടുത്തു വിട്. ഇനി അവരെ കൊണ്ട് ആവശ്യം വരും. ശരി മുതലാളി. അയാൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. എന്നിട്ട് നരേന്ദ്രനെ നോക്കി. തെല്ലുറക്കെ പറഞ്ഞു, നിന്റെ ആയുസ്. അതെന്താ? മുതലാളിയാ ഇപ്പോൾ വിളിച്ചേ. നിന്റെ കാര്യം ചോദിച്ചു. എൻ്റെ കാര്യം എന്താ ചോദിച്ചേ? ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നീ മുതലാളിക്ക് തരാൻ ഒരു അപേക്ഷയുമായിട്ട് ഇവിടെ കാത്തു നിൽപ്പുണ്ടെന്ന്. ഇനി കാത്തു നിൽക്കണ്ടെന്ന് നിന്നോട് പറയാൻ പറഞ്ഞേൽപ്പിച്ചു. അപ്പോൾ ഇനി എൻ്റെ അപേക്ഷയുടെ കാര്യം? അതിനി നാളെ കൊടുക്കാം. നാളെ മുതലാളി ഗോവയ്ക്ക് അത് മാറ്റിവെച്ചു. നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കിയിട്ടേ മുതലാളി പോകൂ. അതുപോലെ ഏറ്റല്ലോ? ഞാൻ ഏറ്റു. നീ ഇനി നിൽക്കണ്ട, താഴേക്ക് പോയിക്കോ. ഞാൻ പുറകെ വന്നേക്കാം. ശരി. നരേന്ദ്രൻ സ്റ്റെയർ കേസിനടുത്തേക്ക് നടന്നു. അയാൾ താഴേക്ക് ഇറങ്ങുന്നത് വരെ ധർമ്മരാജൻ കാത്തു നിന്നു. നരേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ വാടക കൊലയാളി സംഘം ധർമ്മരാജനെ സമീപിച്ചു. അവനെ എന്താ വിട്ടുകളഞ്ഞത്? മുതലാളി ഫോൺ വിളിച്ചു പറഞ്ഞു വിട്ടേക്കാൻ. കൂട്ടത്തിലൊരാൾ നിരാശ പ്രകടിപ്പിച്ചു. തമ്പി മുതലാളി ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ മാറ്റമില്ലാത്തതാ. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. ഞങ്ങളിനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജോലി തീർന്നിട്ടുമില്ല. ജീവനെടുക്കുന്നതിൽ നിന്നു മാത്രമേ മുതലാളി അവനെ ഒഴിവാക്കിയിട്ടുള്ളൂ. മുതലാളി മറ്റെന്തോ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ആവശ്യം വരും. 2-3 മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഒരാൾ പരിതപിച്ചു. ആ ജോലി അങ്ങ് തീർന്നേനെ. ധർമ്മരാജൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. മഹാദേവൻ തമ്പി രാവിലെ 11 മണിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്ക് വരുന്നുണ്ടെന്ന് ധർമ്മരാജനാണ് നരേന്ദ്രനോട് പറഞ്ഞത്. ഇന്നലെ തയ്യാറാക്കി വെച്ചതും രാത്രി കൊടുക്കാൻ പറ്റാതെ പോയതുമായ അപേക്ഷ മുതലാളി വരുമ്പോൾ കൊടുക്കാം എന്ന് നരേന്ദ്രൻ നിശ്ചയിച്ചു. വിശാലമായൊരു വളപ്പാണ് വെള്ളിക്കുളം കൺസ്ട്രക്ഷൻ കമ്പനിയുടേത്. അനേകം ഏക്കർ വിസ്താരത്തിൽ കിടക്കുന്ന തരിശു ഭൂമി. അവിടെ ഒറ്റതിരിഞ്ഞ ചില തെങ്ങുകൾ. കുപ്പിച്ചില്ല് പതിച്ച മതിൽക്കെട്ടാണ് ചുറ്റോടു ചുറ്റും. വളപ്പിനുള്ളിൽ ചില കെട്ടിടങ്ങളുണ്ട്. ഓഫീസ് കെട്ടിടം, ഗ്യാരേജ്, മെസ്സ്, ഗസ്റ്റ് ഹൗസ്, ഔട്ട് ഹൗസ് മുതലായവ. വളപ്പിൽ അങ്ങിങ്ങായി ടിപ്പർ ലോറികളും JCBയും ജീപ്പുകളും റോഡ് റോളറും ബുൾഡോസറും മറ്റും കിടപ്പുണ്ട്. 10:45 മണിയായപ്പോൾ മഹാദേവൻ തമ്പിയുടെ ബെൻസ് കാർ ഓഫീസ് കെട്ടിടത്തിന് മുന്നിലെത്തി നിന്നു. നരേന്ദ്രൻ 11 മണിക്ക് മുൻപ് തന്നെ അപേക്ഷയുമായി വന്നു. സെക്യൂരിറ്റി ഗാർഡിൻ്റെ അനുമതിയോടെ നരേന്ദ്രൻ തമ്പിയുടെ ഓഫീസിലേക്ക് കടന്നു. ശീതീകരിച്ച മുറിയിലേക്ക് ചെല്ലാനും അവന് അനുവാദം കിട്ടി. തമ്പി മുതലാളി പുഷ് ബാക്ക് ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഓ നരേന്ദ്രൻ, എന്താ നിന്റെ പ്രശ്നം? നരേന്ദ്രൻ ഒന്നും മിണ്ടാതെ കയ്യിലിരുന്ന അപേക്ഷ നേരെ തമ്പി മുതലാളിയുടെ മേശപ്പുറത്തേക്ക് വെച്ചു. ഇതെന്താണ്? ഒരപേക്ഷയെ മുതലാളി. തമ്പി മുതലാളി അതെടുത്ത് വായിച്ചു. എന്നിട്ട് നരേന്ദ്രൻ്റെ നേർക്ക് സൂക്ഷിച്ചു നോക്കി. നീ ഇതേ ആവശ്യവുമായി മുൻപൊരിക്കൽ എന്നെ സമീപിച്ചിരുന്നതല്ലേ? അതെ. അന്നു പക്ഷേ അപേക്ഷയില്ലായിരുന്നു. ഓഹോ, ഇത്തവണ അങ്ങനെയൊരു മെച്ചം കൂടിയുണ്ട് അല്ലേ? നരേന്ദ്രൻ മുഖം കുനിച്ചു. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ വന്ന് കാണുക. ശരി മുതലാളി. നരേന്ദ്രൻ ജോലി ചെയ്യുന്നിടത്തേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം 6 മണിക്ക് നരേന്ദ്രൻ ഓഫീസിലെത്തി. പുറത്തവനെ 1/4 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു. മഹാദേവൻ തമ്പി നരേന്ദ്രനെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. നരേന്ദ്രൻ ആ കസേരയിലോട്ടിരിക്കെ. വേണ്ട മുതലാളി, പണം തന്ന് സഹായിക്കാൻ എനിക്ക് എന്തായാലും ഉദ്ദേശമില്ല. പക്ഷേ നിനക്ക് രക്ഷപ്പെടാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നിനക്കിപ്പോഴുള്ള വീട് വിൽക്കുക. എന്നിട്ട് സഹോദരിമാരുടെ സ്ത്രീധനം ബാക്കി കൊടുക്കുക. പക്ഷേ മുതലാളി, വീട് വിറ്റാൽ ഞങ്ങൾക്ക് താമസിക്കാൻ. നീ തോക്കിൽ കയറി വെടിവെക്കാതെ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. സ്ത്രീധനം ബാക്കി കൊടുത്തിട്ട് ബാക്കി വരുന്ന പണം ഇളയ പെണ്ണുങ്ങളുടെ പേരിൽ ബാങ്കിലിടുക. അവൾക്ക് വിവാഹപ്രായമായി വരികയാണെന്ന് ധർമ്മരാജൻ പറഞ്ഞു. ഇന്നലെ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ വന്നപ്പോൾ ധർമ്മൻ അവളെ കണ്ടിരുന്നു അല്ലേ? പൂവ്. വീട് വിറ്റ പണം സഹോദരിമാർക്ക് വീതിച്ച് നൽകിയാൽ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം ഇപ്പോൾ നിൻ്റെ മുഖത്ത് എനിക്ക് കാണാം. അതിനുള്ള മാർഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. നീ കുടുംബസമേതം മൂന്നാറിലേക്ക് താമസം മാറ്റുക. അവിടെ വാടക വീട് കിട്ടും. നിൻ്റെ സാമർഥ്യം പരിഗണിച്ച് നിനക്ക് ഞാനൊരു ഉദ്യോഗക്കയറ്റം തരാൻ പോവുകയാണ്. ധർമ്മരാജൻ്റെ അസിസ്റ്റൻ്റായിട്ട്. ഒരു ജീപ്പും നിനക്ക് വേണ്ടി വിട്ടുതരും. സൂര്യനെല്ലി മുതൽ നെടുങ്കണ്ടം വരെയുള്ള ഭാഗങ്ങളായിരിക്കും നിൻ്റെ പ്രവർത്തന മേഖല. നിനക്കാവശ്യമുള്ള സഹായികളെയും വിട്ടുതരും. ഒറ്റയടിക്ക് തന്നെ 1500 രൂപയോളം ശമ്പള വർധനവും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നീ ശാന്തംപാറയിലോ പൂപ്പാറയിലോ പോയി താമസിക്കേണ്ടി വരും. വീട്ടിലുള്ളവരെ ഇവിടെ താമസിപ്പിച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ വന്നു പോകാമെന്ന വിചാരമൊന്നും വേണ്ട. ചിലപ്പോൾ മാസത്തിൽ ഒന്നുപോലും വരാൻ പറ്റിയെന്ന് വരില്ല.
ധർമ്മരാജൻ്റെ അസിസ്റ്റൻ്റായി ഉദ്യോഗക്കയറ്റം, 1500 രൂപയുടെ ശമ്പള വർധന, തൻ്റെ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മഹാദേവൻ തമ്പി ചോദിച്ചു. വീട്ടിൽ അച്ഛനോടും മറ്റും ഒന്ന് ആലോചിച്ചിട്ട്. മതി, ആലോചിച്ചു പറഞ്ഞാൽ മതി. രാവിലെ തന്നെ വന്ന് വിവരം പറയണം. സമ്മതമാണെങ്കിൽ നാളെ തന്നെ നീ ധർമ്മരാജൻ്റെ കൂടെ മൂന്നാറിന് പോകണം. ഞാൻ രാവിലെ വരാം മുതലാളി. നരേന്ദ്രൻ വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയും സഹോദരിമാരുമായി കൂടി ആലോചിച്ചു. ഭാനുമതി അമ്മയ്ക്ക് വീട് വിൽക്കാൻ തീരെ സമ്മതമുണ്ടായിരുന്നില്ല. ഈ നാടും വീടും വിട്ട് അന്യസ്ഥലത്തേക്ക് പോകണ്ടെന്ന് തന്നെ അവർ വാദിച്ചു. മാത്രമല്ല, മൂന്നാർ തണുത്ത കാലാവസ്ഥയുള്ള മേഖലയാണ്. ഭാനുമതി അമ്മയുടെ ആസ്മാരോഗം അവിടെ ചെന്നാൽ കൂടാനാണ് സാധ്യത. പക്ഷേ പ്രഭാകരനും ശ്യാമളയും പ്രവീണയും പുതിയ പദ്ധതിയോട് അനുകൂലിച്ചു. പ്രവീണയ്ക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയെന്നേയുള്ളൂ. ശ്യാമളയ്ക്ക് തൻ്റെ സ്ത്രീധന ബാക്കി കിട്ടുകയും ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം ജീവിതം തുടരുകയും ചെയ്യാമല്ലോ എന്ന ആശ്വാസവും പ്രതീക്ഷയും. ഞാൻ അവിടെ ജോലിക്ക് പോയി തുടങ്ങിയാൽ മാസത്തിൽ ഒന്നുപോലും വീട്ടിൽ വരാൻ പറ്റില്ല അമ്മേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ തന്നെ പറ, നരേന്ദ്രൻ ചോദിച്ചു. ഭാനുമതി അമ്മയ്ക്ക് സമ്മതിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മകന് 1 മാസത്തേക്കെന്നല്ല, 1 ദിവസത്തേക്ക് പോലും കാണാതിരിക്കാൻ അവർക്ക് വയ്യ. അതുമാത്രമല്ലമ്മേ, മുതലാളി ഇങ്ങോട്ട് വെച്ച നിർദ്ദേശമായത്. നമ്മളത് തള്ളിക്കളഞ്ഞാൽ മുതലാളിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഒരിക്കലും ജോലിക്കയറ്റവും കിട്ടിയെന്ന് വരില്ല. നരേന്ദ്രന് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവൻ അന്ന് രാവിലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലെത്തി ധർമ്മരാജനെ കണ്ടു. എന്ത് തീരുമാനിച്ചു? ധർമ്മരാജൻ ചോദിച്ചു. സ്ഥലം വിറ്റിട്ട് മൂന്നാറിന് പോരാമെന്ന്. മുതലാളിയെ അറിയിക്കണ്ടേ? ഞാൻ അറിയിച്ചോളാം, നീ ഇവിടെ കാണണം. ധർമ്മരാജൻ കാറിൽ കയറി ഓടിച്ചു പോയി. അയാൾ മഹാദേവൻ തമ്പിയുടെ വീട്ടിൽ ചെന്നു. പത്രം വായിച്ചുകൊണ്ട് തമ്പി പൂമുഖത്തിരിപ്പുണ്ടായിരുന്നു. അവൻ രാവിലെ വന്നിട്ടുണ്ട് മുതലാളി, ധർമ്മരാജൻ പറഞ്ഞു. എന്തു പറഞ്ഞു? അവൻ എന്തിനും തയ്യാറാ. നീ ഇന്ന് തന്നെ മൂന്നാറിന് പൊയ്ക്കോ. പൂപ്പാറയിലോ ശാന്തമ്പാറയിലോ ഒരു വാടക വീട് ശരിയാക്കണം, എത്രയും വേഗം. ഒറ്റതിരിഞ്ഞ വീടായിരിക്കണം, തൊട്ടടുത്തെങ്ങും വീടുണ്ടാവരുത്. ശരി മുതലാളി. പിന്നെ അവൻ്റെ വീട് വിൽപ്പനയൊന്നും പെട്ടെന്ന് നടന്നെന്ന് വരില്ല. പക്ഷേ നമുക്ക് അത്രയും കാലതാമസം വരാനും പാടില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം. ഏതെങ്കിലും ബിനാമി പേരിൽ അവൻ്റെ വീട് വാങ്ങുക. അതിനാവശ്യമുള്ള പണം ഞാൻ തന്നോളാം. അവനറിയണ്ട. അവന് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ആരെയെങ്കിലും വിളിച്ച് ഒരു ബ്രോക്കർ വേഷം കെട്ടിച്ചാലും തെറ്റില്ല. അങ്ങനെ ചെയ്യാം. എൻ്റെ മോളുടെ കല്യാണത്തിന് മുമ്പ് എല്ലാം നടന്നിരിക്കണം ധർമ്മ. അതെൻ്റെ ഒരു വാശിയാണ്. കല്യാണത്തിന് ഇനി 29 ദിവസം. അത് ധാരാളം മതി. പക്ഷേ എന്താണൊരു പക്ഷേ? അവനെ കൊല്ലുന്നതായിരുന്നു എളുപ്പം. അത് ശരിയാ ധർമ്മ. പക്ഷേ എൻ്റെ മോള് കാല് പിടിച്ച് കരഞ്ഞ് കൊല്ലരുതച്ച എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു പോയി. സാരമില്ല, അവൻ തന്നെത്താൻ ചത്തോളും. ഒരു കുടുംബം ഭൂമിയിൽ നിന്ന് തേച്ചുമാച്ച് കളയാന്നൊക്കെ പറയുമ്പോൾ വലിയ തലവേദനയാണ്. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് പൊക്കോ. ധർമ്മരാജൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തിയപ്പോൾ നരേന്ദ്രൻ കാത്തിരിപ്പുണ്ടായിരുന്നു. തമ്പി മുതലാളി എന്തു പറഞ്ഞു സാർ? എല്ലാം ശരിയാക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ വീട് വിൽപ്പന പെട്ടെന്ന് നടക്കുമോ? എനിക്ക് പരിചയമുള്ള ഒരു ബ്രോക്കറുണ്ട് ഇവിടെ, മിടുക്കനാ. നമ്മളൊരു സ്ഥലം കാണിച്ചിട്ട് നാളെ ഇത് കച്ചവടമാക്കി തരണമെന്ന് പറഞ്ഞാൽ അയാളത് നടത്തിയിരിക്കും. പക്ഷേ അങ്ങനെ പെട്ടെന്ന് വിൽപ്പന നടത്തിയാൽ വില തീരെ കുറഞ്ഞു പോവില്ലേ സാർ? നീ പറ, ആ വീട് എന്ത് വിലയ്ക്ക് നീ വിൽക്കും? അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ ആ ബ്രോക്കറോട് ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരം ഒന്ന് വരാൻ. ശരി സാർ, ഞാൻ ഇന്ന് തന്നെ മൂന്നാറിന് പോവുക. നിനക്കവിടെ ഒരു വാടക വീട് ശരിയാക്കണ്ടേ? അത് ഞാൻ ഏറ്റു. സാർ, വലിയ വീടൊന്നും വേണ്ട. വാടകയൊക്കെ തമ്പി മുതലാളി കൊടുക്കും. അത് ഞാൻ മുതലാളിയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. നരേന്ദ്രന് സന്തോഷമായി. ധർമ്മരാജൻ മഹാദേവൻ തമ്പിയുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷം മൂന്നാറിലേക്ക് പോയി. നരേന്ദ്രൻ വൈകുന്നേരം വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരം ധരിപ്പിച്ചു. വീട്ടുവാടക മഹാദേവൻ തമ്പിയാണ് കൊടുക്കുക എന്നറിഞ്ഞപ്പോൾ പ്രഭാകരന് ഉത്സാഹമായി. അച്ഛനും മകനും കൂടിയിരുന്ന് ആലോചിച്ച് തങ്ങളുടെ വീടിനൊരു വില നിശ്ചയിച്ചു. മൂന്നാറിലേക്ക് പോയ ധർമ്മരാജൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി. മഹാദേവൻ തമ്പിയെ സമീപിച്ച് അയാൾ പറഞ്ഞു, വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. ഒഴിഞ്ഞ സ്ഥലത്താണല്ലോ? അതെ. എന്നാൽ ഇനി ഉടനെ അവൻ്റെ വീട് വിൽപ്പന കൂടി നടത്തിക്കോ. ശരി. അന്ന് ഉച്ച കഴിഞ്ഞ് ധർമ്മരാജൻ വീട് വാങ്ങാനുള്ള ആളെ സംഘടിപ്പിച്ച് നരേന്ദ്രനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വാങ്ങാനുള്ളയാൾ വീടും പരിസരവും കണ്ട് തൃപ്തിപ്പെട്ടു. ധർമ്മരാജനാണ് വസ്തുവിൻ്റെ വില പറഞ്ഞത്. പക്ഷേ വന്നയാൾക്ക് 1.5 ലക്ഷം രൂപയിൽ കൂട്ടി വീട് വേണ്ട. അവസാനം ധർമ്മരാജൻ ഇടപെട്ട് 1,60,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ അഡ്വാൻസ് നൽകാൻ ഏർപ്പാടാക്കി. 10 ദിവസത്തിനുള്ളിൽ ബാക്കി തുക കൂടി നൽകി പ്രമാണം രജിസ്റ്റർ ചെയ്യണം. മഹാദേവൻ തമ്പിയുടെ
ചതുരംഗക്കളത്തിൽ എല്ലാ കരുക്കളും യഥാവിധി തന്നെ നീങ്ങി. അച്ചാരം വാങ്ങിയതിൻ്റെ 10ാം ദിവസം തന്നെ വസ്തു കൈമാറ്റവും നടന്നു. കിട്ടിയ പണത്തിൽ ശ്യാമളയ്ക്ക് കൊടുക്കാനുള്ളത് കഴിച്ച് ബാക്കി തുക ബാങ്കിലിട്ടു. അടുത്ത ദിവസം അവൻ മൂന്നാറിൽ പോയി. ധർമ്മരാജനെയും കൂട്ടി പൂപ്പാറയിൽ ചെന്ന് വാടക വീട് കണ്ടു. പൂപ്പാറ ടൗണിൽ നിന്ന് 1 കിലോമീറ്ററോളം അകലെ മൂന്നാർ റോഡിന് സമീപത്താണ് വീട്. ഓടിട്ട പഴയ കെട്ടിടം. ടാർ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഏലത്തോട്ടത്തിനുള്ളിലൂടെ പോകുന്ന മൺപാതയ്ക്കരികിൽ ഒരു കൃഷിയിടത്തിൻ്റെ മുൻഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. വനഭൂമിയിലാണ് ഏലത്തോട്ടം. സമീപത്ത് വേറെ വീടുകളില്ല. വീട് ഇഷ്ടമായെങ്കിലും ആ വിജനത നരേന്ദ്രന് പിടിച്ചില്ല. അയൽപക്കമൊന്നുമില്ലല്ലോ. അവൻ പരാതി പോലെ ധർമ്മരാജനോട് പറഞ്ഞു. എന്തിനാ അയൽപക്കം? വഴക്കുണ്ടാക്കാനോ? ധർമ്മരാജൻ ചോദിച്ചു. ഒരാപത്ത് വന്നാൽ ഉറക്കിയൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാനോ ഓടി വരാനോ ആരെങ്കിലും വേണ്ടേ? അതിനാണെങ്കിൽ തലക്കുളം കോളനിയിൽ വീടെടുത്താൽ മതി. തമ്മിൽ മുട്ടി 100-100 വീടുണ്ട്. ഓടിവായോ എന്ന് വിളിച്ചാൽ 2 മിനിറ്റിനകം 2000 പേരെങ്കിലും ഓടിയെത്തും. ഗൗരവത്തിലാണ് ധർമ്മരാജൻ പറഞ്ഞത്. തമാശയാണോ കളിയാക്കിയതാണോ എന്ന് നരേന്ദ്രന് മനസ്സിലായില്ല. വിൽപ്പന നടത്തിയ വീട് ഒഴിഞ്ഞു കൊടുക്കാൻ ഇനി 3 ദിവസമേ ശേഷിക്കുന്നുള്ളൂ. അതിനാൽ വാടക വീടിൻ്റെ കാര്യത്തിൽ അവൻ തർക്കത്തിനൊന്നും മുതിർന്നില്ല. ഏറെക്കുറെ വീട്ടുതടങ്കലിലായിരുന്നു ശൈലജ. വിവാഹ നിശ്ചയം കൂടി കഴിഞ്ഞിരിക്കുന്നു. വിവാഹത്തിന് ഇനി 12 ദിവസം കൂടിയേയുള്ളൂ. വിവാഹ ക്ഷണക്കത്തുകളെല്ലാം അച്ചടിച്ചു കഴിഞ്ഞു. ശൈലജ വീട്ടിനുള്ളിൽ തൻ്റെ മുറിയിൽ തന്നെ സദാസമയവും കഴിഞ്ഞു. നരേന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അറിയാൻ അവൾക്ക് അതിയായി ആഗ്രഹമുണ്ടായി. ആ ജീവന് വേണ്ടി മാത്രമാണ് അച്ഛൻ്റെ നിബന്ധനകളെല്ലാം സമ്മതിച്ചത്. അച്ഛൻ വാക്കു തന്നതാണ് കൊല്ലുകയില്ലെന്ന്. വാക്കു പാലിച്ചുവോ അച്ഛൻ? അറിഞ്ഞുകൂടാ. ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കുന്നവനും വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവനുമാണ് അച്ഛൻ. ആ ഒരു വിശ്വാസത്തിലാണ് ജീവച്ഛവം പോലെ എല്ലാ കൽപ്പനകളും അനുസരിച്ച് കഴിഞ്ഞുകൂടുന്നത്. വിവാഹത്തിന് ഇനി 12 ദിവസം മാത്രം. അതിനു മുൻപ് നരേന്ദ്രനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ജനലഴികളിൽ മുഖം അമർത്തി പുറത്തേക്ക് നോക്കി നിൽക്കവേ ഒരു വാഹനത്തിൻ്റെ ഹോൺ ശബ്ദം അവൾ കേട്ടു. ഒരു ടെമ്പോ വാൻ ഗേറ്റിനരികിൽ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അവൾ ആശ്ചര്യസ്തബ്ധയായി. നരേന്ദ്രൻ. അവൻ ഗേറ്റ് കടന്ന് വളപ്പിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശൈലജ സ്വയം മറന്ന പോലെ വേഗം മുകളിലെ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. മഹാദേവൻ തമ്പിയുടെ വീട്ടുമുറ്റത്തേക്ക് നടന്നു കയറുമ്പോഴാണ് നരേന്ദ്രൻ കണ്ടത്. ടെറസിലേക്ക് ഓടി ഇറങ്ങി വരുന്ന ശൈലജ. കൈവരിയിലൂടെ ഇരുമ്പ് പൈപ്പിൽ പിടിച്ചു നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി. അവളുടെ മുഖം ശോകാർദ്രമായിരുന്നു. അവളുടെ മിഴികൾ കലങ്ങിയും മുടി അഴിഞ്ഞും കഴുത്തിലും തോളത്തും മാറത്തും ചിതറിയും കാണപ്പെട്ടു. അവളുടെ അടുത്തേക്ക് പാഞ്ഞെത്താൻ അവൻ്റെ ഹൃദയം കുതിച്ചു തുള്ളിക്കൊണ്ടിരുന്നു. അവളുടെ മുഖം കണ്ടതോടെ നരേന്ദ്രൻ മറ്റെല്ലാം മറന്നു. അവളോട് തനിക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അവന് തോന്നി. സ്ഥലവും വീടും വിറ്റതും താമസം മൂന്നാറിലെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതും അവിടേക്ക് യാത്ര പോവുകയാണെന്നും അവളോട് പറയേണ്ട കാര്യങ്ങളാണ്. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവളുമായി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ എന്തെല്ലാമോ വിചാരങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിയായ സ്നേഹത്തിൻ്റെ ഒരു തിര അവൻ്റെ ഞരമ്പുകളിൽ ആഞ്ഞടിച്ചു പതിഞ്ഞു. അവൻ അറിയാതെ അവളുടെ നേർക്ക് കൈ ഉയർത്തിക്കാട്ടി. ശൈലജ നിർനിമേഷം അവനെ തന്നെ നോക്കി നിന്നു. അവൻ ജീവനോടെ ഇരിക്കുന്നു. അവളുടെ ഹൃദയം മഞ്ഞുതുള്ളികൾ വീണ പോലെ കുളിർന്നു. അവൻ്റെ ജീവനോളം വലുതായി ലോകത്ത് മറ്റൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. തൻ്റെ അച്ഛൻ അവനോട് ക്ഷമിച്ചുവോ? അതോ മരണത്തെക്കാൾ വലിയ ശിക്ഷ അവന് കിട്ടാനിരിക്കുന്നതേയുള്ളോ? അച്ഛൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല. അവനോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അവളുടെ മനസ്സ് തരളിതമായി. ആരും കാണാതെ ഇവിടെ നിന്ന് ഇറങ്ങി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അവൾ ആഗ്രഹിച്ചു. കൊടുങ്കാറ്റിലും പേമാരിയിലും വിട്ട് കാട്ടിൽ കുടുങ്ങിപ്പോയ പഴയ രാത്രിയും പകലും പോലെ. ആരും അന്വേഷിച്ച് വരാത്തൊരു കൊടുങ്കാട്ടിൽ ലോകത്തു നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷരായിപ്പോയ 2 മനുഷ്യരെ പോലെ. പക്ഷേ കാണാച്ചങ്ങലകൾ, ബന്ധങ്ങളുടെ, ജീവിതത്തിൻ്റെ ഒന്നും വേണ്ട. അവൻ ജീവിച്ചിരിക്കട്ടെ, ദീർഘായുസായിരിക്കട്ടെ. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ച് ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് കരച്ചിലടക്കി അവൻ്റെ നേർക്ക് കൈ ഉയർത്തി കാട്ടി വീശിയ ശേഷം അവൾ തിരികെ മുറിയിലേക്ക് കയറിപ്പോയി. നരേന്ദ്രൻ അല്പനേരം കൂടി നോക്കി നിന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് അവന് തോന്നി. ആഹ്ലാദമായിരുന്നില്ല അവളുടെ മുഖത്ത്. അവൾ ക്ഷീണിതയായിരുന്നു. നരേന്ദ്രൻ സിറ്റൗട്ടിന് നേർക്ക് നടന്നു ചെന്നു. വാതിൽ തുറന്നു കിടന്നിരുന്നു. സിറ്റൗട്ടിൽ തീപ്പോയ്മേലും മറ്റും കുറേ പത്രമാസികകൾ നിരന്നു കിടന്നിരുന്നു. നരേന്ദ്രൻ കാളിംഗ് ബെല്ലടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മഹാദേവൻ തമ്പി സിറ്റൗട്ടിലേക്ക് വന്നു. നരേന്ദ്രനെ കണ്ട അയാൾ ഒരു നിമിഷം നിന്നു. കണ്ണുകൾ താനെ ചുരുങ്ങി ചെറുതായി. ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുക മുതലാളി, നരേന്ദ്രൻ പറഞ്ഞു. നല്ല കാര്യം. അവിടെ ചെല്ലുമ്പോൾ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ധർമ്മരാജൻ പറഞ്ഞു തരും. നീ അതനുസരിച്ചാൽ മതി.
ശരി മുതലാളി, എന്നാൽ പൊയ്ക്കോ. നരേന്ദ്രൻ തിരിച്ചു നടന്നു. അവൻ ഗേറ്റിലെത്തിയിട്ട് തിരിഞ്ഞ് ടെറസിലേക്ക് നോക്കി. ശൈലജ അവിടെ നിൽപ്പുണ്ടോ? ഏതോ മുറിയുടെ ജനാലവിരി വകഞ്ഞു മാറുന്നത് അവൻ കണ്ടു. അഴികൾക്കു പിന്നിൽ സുന്ദരമായൊരു മുഖത്തിൻ്റെ അവ്യക്ത ദൃശ്യം. നരേന്ദ്രൻ വന്ന് വാനിൽ കയറി. വാൻ സ്റ്റാർട്ടായി. അത് തിരിഞ്ഞ് മൂന്നാർ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി. ഉച്ചയോടെ അടിമാലിയിലെത്തിയ അവർ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു. പ്രവീണയുടെ ആദ്യത്തെ ഹൈറേഞ്ച് യാത്രയാണത്. മലകളും താഴ്വരകളും എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടു. 3 മണിയോടെ അവർ പൂപ്പാറയ്ക്കടുത്തുള്ള വാടക വീട്ടിലെത്തി. വീടും പരിസരവും കണ്ടതേ പ്രഭാകരൻ്റെ മനസ്സിടിഞ്ഞു. ഇതെന്താ കാട്ടിൻ്റെ നടുക്കാണോ വീട് വെച്ചിരിക്കുന്നത്? കാടല്ലച്ചാ, ഏലത്തോട്ടമാ. നിലത്ത് കുറേ ചെടി കുഴിച്ചു വെച്ചു എന്ന് വെച്ച് കാടല്ലാതാകുമോടാ? പ്രഭാകരൻ പറഞ്ഞത് സത്യം. പടുകൂറ്റം വൃക്ഷങ്ങൾ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണെങ്ങും. പൊതുവെ ഒരു ഇരുളിമ. മനുഷ്യനെ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണമെടാ? പ്രഭാകരൻ നരേന്ദ്രനോട് ചോദിച്ചു. ഈ പരിസരത്തൊക്കെ ആൾതാമസം ഉണ്ടച്ചാ. മാത്രമല്ല തോട്ടത്തിൽ മിക്കപ്പോഴും തൊഴിലാളികളുണ്ടാവും. പ്രവീണയ്ക്കും വീടും സ്ഥലവുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും വന്യമായൊരു ഏകാന്തത ആ അന്തരീക്ഷത്തെ ചൂഴ്ന്നു നിൽക്കുന്നതായി തോന്നി. ഒരജ്ഞാത ഭീതിയുടെ വിദൂരമായ മുഴക്കം തൻ്റെ നെഞ്ചിലവൾക്ക് അനുഭവപ്പെട്ടു. രാവിലെ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. ധർമ്മരാജൻ ഒരു തൊപ്പി തലയിൽ ധരിച്ചുകൊണ്ടാണ് ബംഗ്ലാവിൻ്റെ മുറ്റത്തുകൂടി നടന്നു വന്നത്. അയാൾ കഴുത്തിലൊരു നീല മഫ്ലറും ചുറ്റിയിരുന്നു. നരേന്ദ്രൻ കൽപ്പന കാത്ത ഔട്ട് ഹൗസിനരികെ നിൽപ്പുണ്ടായിരുന്നു. ഒരു കീച്ചെയിൻ നരേന്ദ്രനെ ഏൽപ്പിച്ചിട്ട് ധർമ്മരാജൻ പറഞ്ഞു, ഗ്യാരേജിലുണ്ട് വണ്ടി. അത് ഇനി നിനക്കു മാത്രം ഉപയോഗിക്കാനുള്ള വണ്ടിയാ. നിന്റെ ഉപയോഗത്തിനു മാത്രം മുതലാളി ഒരു വണ്ടി വിട്ടു തന്നിരിക്കുന്നു. നരേന്ദ്രന് അഭിമാനം തോന്നി. ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം സാർ പറയുമെന്നാ മുതലാളി പറഞ്ഞയച്ചത്. നമുക്കല്പം കള്ളവാറ്റ് ബിസിനസ്സൊക്കെയുണ്ട്, നിനക്കറിയാമല്ലോ. അതറിയാം. അതിൻ്റെ വിതരണം സൂര്യനെല്ലി മുതൽ ഉടുമ്പൻചോല വരെയുള്ള മേഖല നിന്റെ ചുമതലയിലായിരിക്കും. ഞാൻ ഡ്രൈവ് ചെയ്താൽ പോരെ? പോരാ, സാധനം സപ്ലൈ ചെയ്യുന്നത് നീയായിരിക്കും. അതായത് നിന്റെ കൂടെ സഹായത്തിന് ആരും കാണില്ല. സാധനം വണ്ടിയിൽ ലോഡ് ചെയ്തു തരും. അൺലോഡ് ചെയ്യാനും ആളുണ്ടാവും. ബാക്കിയെല്ലാം നിന്റെ റിസ്ക്. എന്ന് വെച്ചാൽ തമ്പി മുതലാളി നിന്നെ ആദ്യം പറഞ്ഞ ഡിവിഷൻ്റെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. ഇടയ്ക്ക് പോലീസോ എക്സൈസോ പിടിച്ചാൽ ആരും പിടിക്കില്ല. അവർക്ക് മുതലാളി മാസപ്പൊടി കൊടുക്കുന്നുണ്ട്. ഞാനും പാമ്പ് യോഹന്നാനും കൂടി പലവട്ടം നിന്നെ കൂട്ടിക്കൊണ്ട് നടന്ന് എല്ലാം കാണിച്ചു തരികയും പരിചയപ്പെടുത്തുകയും ചെയ്തതല്ലേ. വല്ല ഫ്ലൈയിങ് സ്ക്വാഡുകാരോ മറ്റോ പിടിച്ചാൽ അതെല്ലാം തമ്പി മുതലാളി നോക്കിക്കൊള്ളും. എടാ, ഈ ഒരു പണി കിട്ടാൻ വേണ്ടി 100 കണക്കിന് പേർ തമ്പി മുതലാളിയുടെ അടുത്ത് തിക്കി തിരക്കുന്നു. ലോട്ടറി അടിച്ചതുപോലെയാണ് നിനക്കിത് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? നിന്നെപ്പറ്റി മുതലാളിക്ക് അത്രയ്ക്കും മതിപ്പുള്ളതുകൊണ്ട്. നീ വിശ്വസ്തനാണെന്ന് അറിയാവുന്നത് കൊണ്ട്. നീ ഇപ്പോൾ ഒരുമാതിരി വിഡ്ഢി ചോദ്യങ്ങളും സംശയങ്ങളുമായിട്ട് നിൽക്കുന്നു. തമ്പി മുതലാളി വിശ്വസിച്ചവൻ തമ്പി മുതലാളിയെ സംശയിക്കാൻ പാടില്ല. എനിക്ക് സംശയമൊന്നുമില്ല സാറേ. എന്നാൽ നീ ധൈര്യമായിട്ട് നിന്റെ ജോലി ഏറ്റെടുക്ക്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണത്. ഒരിക്കൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി. 6 പഞ്ചായത്തുകളിൽ 8 പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിൽ 19 എസ്റ്റേറ്റുകളിൽ. ഇന്നു മുതൽ നിനക്കാണ് ചാർജ്. മനസ്സിലായോ? നരേന്ദ്രൻ തലയാട്ടി. പൊയ്ക്കോ. ചരക്ക് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. അറിയാം. ശരി. നരേന്ദ്രൻ ഗ്യാരേജിലെത്തി. അവിടെ ഒരു ഡീസൽ മഹേന്ദ്ര ലോങ് ചേസ് ജീപ്പ് അവനായി ഒഴിഞ്ഞു വെക്കപ്പെട്ടിരുന്നു. അവൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ബംഗ്ലാവിന് മുറ്റത്തേക്ക് ഓടിച്ചിറങ്ങി. ഗേറ്റിനരികിൽ നിന്ന ധർമ്മരാജൻ കൈ കാണിച്ച് വണ്ടി നിർത്തി. ജീപ്പ് എന്നും രാത്രി നീ ഇവിടെ എത്തിക്കണമെന്നില്ല. നിന്റെ വാടക വീട്ടിൽ കൊണ്ടുചെന്നിട്ടാ മതി. സാർ, വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ. മാറ്റുചാരായം കൊണ്ടു കിടക്കുന്ന വണ്ടിക്ക് എന്തിനാടാ ബുക്കും പേപ്പറും? നീ പോ നരേന്ദ്ര. നരേന്ദ്രൻ ജീപ്പ് ഓടിച്ചുപോയി. അന്നു മുതൽ നരേന്ദ്രൻ ജോലി ആരംഭിക്കുകയും ചെയ്തു. രാജകുമാരിയിൽ ചെന്ന് അയാൾ പാമ്പ് യോഹന്നാനെ കണ്ടു. തമ്പി മുതലാളി മൂന്നാർ ദേവികുളം ഉടുമ്പൻചോല മുഴുവൻ ചാരായ വിതരണം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ വണ്ടി എനിക്ക് തന്നു. യോഹന്നാൻ ചേട്ടൻ എന്നെ സഹായിക്കണം. ഞാൻ എന്നാ സഹായിക്കാനാ? യോഹന്നാൻ ചോദിച്ചു. ചാരായം എടുക്കുന്ന സ്ഥലം അറിയാമല്ലോ. അറിയാം. കൊടുക്കുന്ന സ്ഥലങ്ങളും അറിയാമല്ലോ. അറിയാം. പിന്നെ എന്നാ പ്രശ്നം? പെട്ടെന്ന് ഇത്രയും ഉത്തരവാദിത്വം തലയിലോട്ട് വെച്ച് തന്നപ്പോൾ ഒരു പേടി. ഞാനും അതാ ആലോചിക്കുന്നേ. നിനക്ക് വേണ്ടത്ര പരിചയമാവുന്നതിന് മുമ്പ് ഇത്രയും വലിയ ജോലി ഏൽപ്പിച്ച് തന്നത് എന്തിനാണെന്ന്. സാധാരണ അങ്ങനെ ഒരു പതിവില്ലാത്തതാ. എന്ന് വെച്ചാൽ നല്ലപോലെ പയറ്റി തെളിഞ്ഞ പാമ്പിനെ മാത്രമേ തമ്പി മുതലാളി ഇമ്മാതിരി പണിക്ക് വണ്ടിയും വള്ളവും കൊടുത്തു വയ്ക്കാറുള്ളൂ. എന്നെ മുതലാളിക്ക് വലിയ വിശ്വാസമായതുകൊണ്ടാണെന്നാണ് ധർമ്മരാജൻ പറഞ്ഞത്. ആ പാമ്പിനെ സൂക്ഷിച്ചോ. വാലറ്റം വരെ വിഷമുള്ള ജാതിയാ. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ യോഹന്നാൻ ചേട്ടാ. നീ നല്ല പഠിപ്പുള്ളവനല്ലേ കൊച്ചനെ. നിനക്ക് നാട്ടിലെങ്ങും കൊള്ളാവുന്നൊരു പണി കിട്ടത്തില്ലേ? ഈ പണിക്ക് എന്താ കുഴപ്പം? ഇത് 4 പേരോട് പറയാൻ കൊള്ളാവുന്ന പണിയാണോ? നിനക്കൊരു കല്യാണം വരട്ടെ.
പെൺവീട്ടുകാരോട് നീ എന്നാ പറയും? വാറ്റുചാരായത്തിൻ്റെ സപ്ലൈ ആണെന്നോ? അതുപോലെ തന്നെ ഇതൊരു സ്ഥിരം പണിയാണോ? മിടുക്കനായ ഒരു SP വന്നാൽ, അല്ലെങ്കിൽ ഒരു DYSP വന്നാൽ ഒന്നും വേണ്ട, അടിമാലിയിലെ സർക്കിള് വിചാരിച്ചാൽ മതി, എല്ലാം പൂട്ടിക്കെട്ടും. മിടുക്കനായ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്നാലും തൽക്കാലം പണി പാടേ നിൽക്കും. സംഗതി നേരാ. പക്ഷെ ജോലി ശമ്പളം ഇല്ലാത്തവർക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തമ്പി മുതലാളിയായാലും ശരി, ധർമ്മരാജനായാലും ശരി, ഈ പറയുന്ന ഞാനായാലും ശരി, ഒരു പാമ്പിനെ കണ്ണടിച്ച് വിശ്വസിച്ചേക്കരുത്, കേട്ടല്ലോ. ആശങ്കയോടെയാണ് നരേന്ദ്രൻ വന്ന് ജീപ്പിൽ കയറിയത്. ഏതായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ച് കയറുക തന്നെ. താൻ ചെയ്യുന്ന ജോലിയെപ്പറ്റിയുള്ള വിശദാംശങ്ങളൊന്നും നരേന്ദ്രൻ വീട്ടിൽ അറിയിച്ചിരുന്നില്ല. എസ്റ്റേറ്റിൽ നിന്നുള്ള പ്രോഡക്ട്സ് വിവിധ സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുക എന്ന ജോലി ആണ് തൻ്റേതെന്നു മാത്രമേ അവൻ വീട്ടിൽ അറിയിച്ചുള്ളൂ. നോവൽ നാളെ തുടരും.